ഹായ് ഗൈസ്, അപ്പോൾ എന്തൊരു ശുഭദിനം ദിവസമാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് വീണിട്ടുണ്ട്. എന്തോ ഇന്ന് ഐശ്വര്യത്തിൻ്റെ ആറാട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തായാലും നല്ല ശുഭദിനം ദിവസമാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഒരു പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറേ പുതിയ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മളൊരു ഒരു മാൻഷനും എടുത്തിട്ടുണ്ട്, പിന്നെ പുതിയൊരു ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏതാ ബൈക്ക് വെച്ച് ഹൈബൂസി എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും ഡീറ്റെയിൽ കാണിച്ചാൽ ഇതാണ് നമ്മുടെ മാൻഷൻ. ഓക്കെ, ഇവിടെയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു പുതിയ ബാങ്കും കാര്യങ്ങളൊക്കെ റോബർ ചെയ്തൊരു മണിയാണ് കേസ് ഇവിടെ ഉള്ളത്. അപ്പം നേരെ നമുക്കെന്തായാലും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേസ്. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ ഇത് കിച്ചണും, പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ വീണത് കേട്ടോ. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ നിന്നല്ല, കുറച്ച് മുമ്പ് വീണത് ശുഭദിനമായില്ലോ. അത് കാരണം അടുത്തേക്ക് അത്ര പോകില്ല. ഇനി നമ്മുടെ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഒരു ശുഭദിനം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗീസ് നമ്മുടെ ഐശ്വര്യം. ഓക്കെ ഗീസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ചെറിയ വീട് തന്നെ, ഒരു മാൻഷൻ ഒന്നും പറയാൻ പാടില്ല, ഒരു ചെറിയ വീട് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഹൈബൂസിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ബെന്നിയും കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ ഗൈസ് ഒരു ട്രീ ഹൗസ് പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീ വെച്ചൊക്കെ മൊത്തം കവർ ചെയ്തിട്ടുണ്ടാവില്ലേ, അതാണ് ട്രീ ഹൗസ് പറയാട്ടോ. ഓക്കെ, അതിലായിക്കോട്ടെ, അതവിടെ ഒരു പുതിയ ലംബോർഗിനി ടെർസോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്രേ. ഓക്കെ, ന്യൂ മോഡലാണ് കേട്ടോ. ആകെ ഒരു പീസേ ഇറക്കിയിട്ടുള്ളൂ വേൾഡിലെ. ആ ന്യൂ മോഡൽ ഒരു പുതിയ എഡിഷനാണ്. ഓക്കെ, അത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അത് എടുക്കാൻ വേണ്ടി നമ്മുടെ ബെന്നി പറഞ്ഞിട്ടുണ്ട് ഗീസ്. ഓക്കെ, അപ്പോൾ ട്രീ ഹൗസൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലാണ് സാധനം ഉള്ളത്. എന്തായാലും പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൺഫേമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗീസ് നമ്മുടെ ട്രീ ഹൗസ്. നല്ല അടിപൊളിയായിട്ട് കുറേ നമ്മുടെ പോലീസ് വണ്ടികളില്ല, ഒരു രണ്ടെണ്ണമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യും, നേരെ എന്തായാലും നമുക്കൊന്ന് മുട്ടി നോക്കാം. സാറേ, എനിക്ക് ഈ ട്രീ ഹൗസിനുള്ളിൽ കാരണം വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനാണ്. സോറി, ഇപ്പം അലോഡല്ല ഇതിനുള്ളിലേക്ക്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പോയിക്കോ. അവിടെ അത്ര ഒരു ചെക്കിങ് ഒക്കെ ആണ്. ഇവിടെ തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പോയിക്കോ. ഓ, അപ്പോൾ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല എന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നല്ലേ? ഓക്കെ സാറേ, ഞാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും എന്താ നടക്കുക നിങ്ങളൊക്കെ ഒരു ഊമായിട്ടുണ്ടാവും. നേരെ നമ്മുടെ RPG എടുക്കുക, ഊമാരെ ഷൂട്ട് ചെയ്യുക, നേരെ നമ്മൾ എന്താണ് ഈ കാർ എടുക്കുക, പോവുക, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഊമാരെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് കാറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അടിപൊളി കാറൊക്കെ തന്നെ, എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഉള്ളിൽ പോയിട്ട്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ലംബോർഗിനി ടെർസോ. കാണാത്തവൻ്റെ ശ്രദ്ധയ്ക്ക് ഇതാണ് ലംബോർഗിനി ടെർസോ. അടിപൊളിയായിട്ടുണ്ടല്ലേ, വേറെ ലെവൽ വണ്ടിയൊക്കെ തന്നെ. ഓക്കെ, ഇത് ഞാൻ ഗൂഗിൾ ഓൾറെഡി ഈ വണ്ടിയുടെ ഫോട്ടോ നോക്കിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ കാണിച്ചു തരുന്നത്. ഇതാണ് ഗീസ് നമ്മുടെ വണ്ടി. നേരെ നമുക്ക് എന്തായാലും വെളിയിൽ കറക്കാം. ഇതിനുള്ളിൽ വെളിയിൽ കറക്കാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെയാണ് വെളിയിൽ കറക്കിയിട്ട് കാണിച്ചു തരാം ഗീസ് നമ്മുടെ ലംബോർഗിനി ടെർസോ. പോലീസൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും പെട്ടെന്ന് എസ്കേപ്പ് ആവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ശുഭദിനെ ആക്കി വിടും, പിന്നെ ജയിലിൽ പോയി ആലേക്കനെ വയ്യ. അതിനെക്കാട്ടി നമുക്ക് നേരെ എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ, നമ്മുടെ വണ്ടി അങ്ങനെ വെളിയിൽ കറക്കിയപ്പോൾ പോലീസൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി കേസ്, പോലീസ് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉമാരി കേട് വരുത്തുന്ന തോന്നുന്നത്. ഓക്കെ, നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ പോവാം. പാണ്ടൻ സ്റ്റാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ മച്ചു നല്ല പറപ്പിക്കുന്നുണ്ട്. പോലീസും ഇടയിലൊക്കെ വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്നൊന്ന് എസ്കേപ്പായി കിട്ടിയാൽ മതിയേ. ഓ ഗൈസ്, നമ്മുടെ പോലീസിൻ്റെ ആറാട്ടുണ്ടാവും, കണക്കൊന്നുമില്ല. കുറേ പോലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടേക്ക്. ഓക്കെ, അപ്പോൾ നേരെ നമുക്കെന്തായാലും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓഫ് റോഡ് എങ്ങനെയെങ്കിലും പിടിച്ചിട്ടെങ്കിൽ നമുക്കൊന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്കെന്തായാലും കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് ഹൈഡാക്കി നിൽക്കാം. നമുക്കെന്തായാലും പെട്ടെന്ന് കത്തിച്ച് വിട്ടാൽ ഗൈസ്. ഫ്രാങ്കിൽ മച്ചു നേരെ പോവാം നമുക്ക്. അങ്ങനെ ഗൈസ്, കുറേ നേരത്തിന് ശേഷം പോലീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടിൻ്റെ കളർ ചേഞ്ചൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസിനൊന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ചേഞ്ചൊക്കെ ആക്കി ബെന്നിൻ്റെ അവിടെ വന്നിട്ട്. ഓക്കെ, വണ്ടിയും കാര്യങ്ങളൊക്കെ സേഫാണ് ഗൈസ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മുടെ കാറൊക്കെ വെളിയിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.